السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഈ 10 ദിവസത്തെ നബിസ്നേഹം ക്യാമ്പയിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഈ 10 മിനിറ്റിൽ നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാശിക്കുള്ള അനുഗ്രഹം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഒരു ചരിത്ര സംഭവം മാത്രമായിരുന്നില്ല. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ വഴിത്തിരിവുകളിൽ ഒന്നാണത്. കാരണം ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുവാനും വഴിതെറ്റിയ മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാനും മനുഷ്യന്റെ ജീവിതത്തിന് യഥാർത്ഥ ലക്ഷ്യം പഠിപ്പിക്കാനുമാണ് അള്ളാഹു തന്റെ പ്രിയപ്പെട്ട റസൂലിനെ നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്: അള്ളാഹു മനുഷ്യരെ കൈവിട്ടിട്ടില്ല. മനുഷ്യർ വഴിതെറ്റുമ്പോഴെല്ലാം പ്രവാചകന്മാരിലൂടെ മാർഗനിർദ്ദേശം നൽകി ആ പ്രവാചക പരമ്പരയുടെ സമാപനമായാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. ലോകർക്കാകമാനം കാരുണ്യമായി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയുന്നു: വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കാകമാനം കരുണയായിട്ടല്ലാതെ, കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. എത്ര മനോഹരമായ വിശേഷണമാണിത്! അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റഹ്മത്ത്, കാരുണ്യം എന്നാണ് വിശേഷിപ്പിച്ചത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകർക്കാകമാനം കാരുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. അവിടുത്തെ ജീവിതം നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. കുട്ടികളോട് അള്ളാഹുവിന്റെ റസൂല് കരുണ കാണിച്ചു, അനാഥരെ ചേർത്ത് പിടിച്ചു, ദരിദ്രരെ പരിഗണിച്ചു, അയൽക്കാരുടെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മെ പഠിപ്പിച്ചു, മൃഗങ്ങളോട് പോലും ദയ കാണിക്കാൻ പഠിപ്പിച്ചു, തന്നെ ഉപദ്രവിച്ചവരോട് പോലും ക്ഷമ കാണിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വിശേഷണങ്ങളിൽ ഒന്ന് കരുണ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാരുണ്യം മുസ്ലിങ്ങളോട് മാത്രം പരിമിതമായിരുന്നില്ല. മനുഷ്യരോടും മൃഗങ്ങളോടും സമൂഹത്തോടും പോലും അത് പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഇന്നും മനുഷ്യരാശിക്ക് പ്രസക്തമാണ്. ഇരുട്ടിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് നയിച്ച പ്രവാചകനാണ് തിരുനബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപ് അറേബ്യൻ സമൂഹം വലിയൊരു ജാഹിലിയ്യത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. വിഗ്രഹാരാധന വ്യാപകമായിരുന്നു. ഗോത്രവൈരങ്ങൾ ഉണ്ടായിരുന്നു. അനീതി നിലനിന്നിരുന്നു. മദ്യവും ചൂതാട്ടവും വ്യാപകമായിരുന്നു. ദുർബലർ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ക്രൂരമായ ആചാരം പോലും ആ സമൂഹത്തിലുണ്ടായിരുന്നു. അത്തരം ഒരു സമൂഹത്തിലേക്കാണ് തിരുനബി നിയോഗിക്കപ്പെട്ടത്. അള്ളാഹു പറയുന്നു: ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അവരിൽ തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചവനാണ് അവൻ. അദ്ദേഹം അവർക്ക് അവന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ വെറും അറിവ് പഠിപ്പിച്ചില്ല, ഹൃദയങ്ങളെ റസൂൽ ശുദ്ധീകരിച്ചു, സ്വഭാവങ്ങളെ മാറ്റി, ജീവിതത്തെ മാറ്റിമറിച്ചു, സമൂഹത്തെ കംപ്ലീറ്റ് മാറ്റിയെടുത്തു. ജാഹിലിയത്തിന്റെ പ്രശ്നം അറിവിന്റെ കുറവ് മാത്രമായിരുന്നില്ല, ഹൃദയത്തിലെ തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ മൂല്യങ്ങളുമായിരുന്നു അവരുടെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിലൂടെ ഹൃദയത്തെ ശരിയാക്കി, ഖുർആനിലൂടെ ചിന്തയെ ശരിയാക്കി, സുന്നത്തിലൂടെ ജീവിതത്തെയും ശരിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നറിയാമോ?
നബിയുടെ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് തൗഹീദായിരുന്നു. അള്ളാഹുവിനെ അല്ലാതെ ഒരുപാട് ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ആ സമൂഹത്തോട് അള്ളാഹുവിനെ അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റാരുമില്ലെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ ജനങ്ങളോട് നബി പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റാരുമില്ല എന്ന് നിങ്ങൾ പറയുക, നിങ്ങൾ വിജയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹു, ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു, ആ അള്ളാഹുവിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ദൗത്യം. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും അത് തന്നെയാണ്. അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരാൾ ആദ്യം അവിടുന്ന് പഠിപ്പിച്ച തൗഹീദ് ജീവിതത്തിൽ ഉറപ്പിക്കണം. തൗഹീദ് എന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ ഭയം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ ആശ്രയം എല്ലാം അള്ളാഹുവിനായി സമർപ്പിക്കുന്ന ജീവിതമാണ് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഭാവത്തിന്റെ ഉത്തമ മാതൃകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം സംസാരിക്കുമ്പോൾ അവിടുത്തെ സ്വഭാവം പ്രത്യേകം ഓർക്കണം. അള്ളാഹു പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിനുടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നായിരുന്നു. അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. എത്ര വലിയ സാക്ഷ്യമാണിത്! ഖുർആൻ പറയുന്നത് എന്താണോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു. ഖുർആൻ ക്ഷമ പഠിപ്പിച്ചു, നബി ക്ഷമിച്ചു. ഖുർആൻ കരുണ പഠിപ്പിച്ചു, നബി കരുണ കാണിച്ചു. ഖുർആൻ സത്യം പഠിപ്പിച്ചു, നബി സത്യസന്ധനായി ജീവിച്ചു. ഖുർആൻ നീതി പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പാക്കി. അതുകൊണ്ട് നബി സ്നേഹം വെറും വികാരമാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറണം. നമ്മുടെ സംസാരത്തിൽ സത്യം വരണം, വീട്ടിൽ ക്ഷമ വരണം, ഇടപാടുകളിൽ വിശ്വാസ്യത വരണം, മറ്റുള്ളവരോട് ബഹുമാനം വരണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടത് നമ്മുടെ ജീവിതത്തിൽ ഫലം കാണുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണയുടെ മഹത്തായ മാതൃകയായിരുന്നു എന്ന് നമുക്കറിയാം. നബി പറയുന്നു, മൻ ലാ യർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കപ്പെടുകയുമില്ല. അഥവാ നാം ആരോടെങ്കിലും കരുണ കാണിച്ചാലേ മറ്റുള്ളവർ നമ്മോടും കരുണ കാണിക്കുകയുള്ളൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൻ്റെ കൊച്ചുമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊച്ചുമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട് റസൂലേ, അവരിൽ ഒരാളെപ്പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ. അള്ളാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ ഈ സന്ദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. കുട്ടികളോട് നാം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഭാര്യയോടും ഭർത്താവിനോടും എങ്ങനെയാണ് പെരുമാറുന്നത്? മാതാപിതാക്കളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? അയൽക്കാരോട് എങ്ങനെയാണ് നാം പെരുമാറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമുക്ക് നബിയുടെ കരുണ നമ്മുടെ പെരുമാറ്റത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണ കാണാറുണ്ടോ? ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. എന്നെ കാണുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയുടെ ഒരു ചെറിയ അടയാളമെങ്കിലും എൻ്റെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ട സമയമാണിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ
നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുകയും അവിടുത്തെ ജീവിതവും സന്ദേശവും പഠിക്കുകയും ചെയ്യുന്ന ഈ പുണ്യമായ അവസരത്തിൽ നമുക്ക് 10 ദിവസത്തെ നബി സ്നേഹം അല്ലെങ്കിൽ നബിയോടൊപ്പം എന്ന ഈ ക്യാമ്പയിന്റെ 2ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാശിക്കുള്ള അനുഗ്രഹം എന്നുള്ള വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ വഴിത്തിരിവുകളിൽ ഒന്നാണത്. കാരണം ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുകയും വഴിതെറ്റിയ മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാനും മനുഷ്യന്റെ ജീവിതത്തിന് യഥാർത്ഥ ലക്ഷ്യം പഠിപ്പിക്കാനുമാണ് അള്ളാഹു തന്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. ലോകർക്കാകമാനം കാരുണ്യമായി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ചർച്ചാ വിഷയം. അള്ളാഹു ഖുർആനിൽ നബിയെ കുറിച്ച് പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കാകമാനം കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. സൂറത്തുൽ അംബിയായിൽ ഈ ആയത്ത് പാരായണം ചെയ്യാത്ത ഒരാളും ഉണ്ടാവില്ല. എത്ര മനോഹരമായ വിശേഷണമാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയുന്നത്. അള്ളാഹു നബിയെ റഹ്മത്ത്, കാരുണ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകർക്കാകമാനം കാരുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. അവിടുത്തെ ജീവിതം നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാവും. കുട്ടികളോട് കരുണ കാണിച്ച പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും. അനാഥരെ ചേർത്ത് പിടിച്ച റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കും. ദരിദ്രരെ പരിഗണിച്ച റസൂലിനെ നമുക്ക് കാണാൻ സാധിക്കും. അയൽക്കാരുടെ അവകാശങ്ങൾ ആ നബി നമ്മെ പഠിപ്പിച്ചു. മൃഗങ്ങളോട് പോലും ദയ കാണിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ മനോഹരമായി പഠിപ്പിച്ചു. തന്നെ ഉപദ്രവിച്ചവരോട് പോലും ക്ഷമ കാണിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഒരു വഴികാട്ടിയായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ വിശേഷണങ്ങളിൽ ഒന്ന് കരുണ എന്നാകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച പ്രവാചകനാണ്. നബി വരുന്നതിന് മുൻപ് അറേബ്യൻ സമൂഹം വലിയൊരു ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. വിഗ്രഹാരാധന വ്യാപകമായിരുന്നു. ഗോത്രവൈര്യങ്ങൾ ഉണ്ടായിരുന്നു അവർക്കിടയിൽ. അനീതി എത്രയോ നിലനിന്നിരുന്നു. മദ്യവും ചൂതാട്ടവും വ്യാപകമായിരുന്നു. ദുർബലർ എപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ട ഒരു സമൂഹമായിരുന്നു അത്. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ക്രൂരമായ ആചാരം പോലും ആ സമൂഹത്തിലുണ്ടായിരുന്നു. അത്തരം ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവരിൽ തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചവനാണ് തമ്പുരാൻ. അദ്ദേഹം അവർക്ക് അവന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ വെറും അറിവല്ല പഠിപ്പിച്ചത്, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയായിരുന്നു പ്രവാചകൻ. സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുകയായിരുന്നു പ്രവാചകൻ. ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു പ്രവാചകൻ. സമൂഹത്തെ അപ്പാടെ മാറ്റി പുതിയൊരു സമൂഹ സൃഷ്ടി നടത്തുകയായിരുന്നു പ്രവാചകൻ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൗത്യത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നറിയാമോ? അതാണ് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം തൗഹീദായിരുന്നു. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ലെന്ന് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വിഗ്രഹാരാധന നിലനിന്നിരുന്ന ആ സമൂഹത്തോടാണ് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. മക്കയിലെ ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റൊരു ദൈവമില്ല എന്ന് പറയുക, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു.
മനുഷ്യരെ, മൃഗങ്ങളെ, ഈ ലോകത്തെ ആകമാനം സൃഷ്ടിച്ച തമ്പുരാനിലേക്ക് മനുഷ്യരെ തിരിച്ചെത്തിക്കുന്ന ഒരു വല്ലാത്ത പഠന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഫോളോ ചെയ്തത്. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും അത് തന്നെയാണ്. അള്ളാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരാൾ ആദ്യം അവിടുന്ന് പഠിപ്പിച്ച തൗഹീദ് ജീവിതത്തിൽ ഉറപ്പിക്കണം. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം സംസാരിക്കുമ്പോൾ അവിടുത്തെ സ്വഭാവം പ്രത്യേകം നമ്മൾ ഓർക്കണം. അള്ളാഹു പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിന് ഉടമയാണ് എന്ന് സൂറത്തുൽ ഖലമിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഖലമിലെ ഈ ഒരു ആയത്തും ഓതാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വേണ്ടത് ഇതെല്ലാം ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ്. അവിടുത്തെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. സഹീഹ് മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എത്ര വലിയ സാക്ഷ്യമാണിത്! ഖുർആൻ പറയുന്നത് എന്താണോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു. ഖുർആൻ ക്ഷമ പഠിപ്പിച്ചു, നബി ക്ഷമിച്ചു. ഖുർആൻ കരുണ പഠിപ്പിച്ചു, നബി കരുണ കാണിച്ചു. ഖുർആൻ സത്യം പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനായി ജീവിച്ചു. ഖുർആൻ നീതി പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതി നടപ്പാക്കി. അതുകൊണ്ട് നബി സ്നേഹം വെറും വികാരമാവരുത്. നബിയുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറണം. നബി സ്വഭാവം പഠിച്ചത് ഖുർആനിൽ നിന്നാണ്. നാം സ്വഭാവം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുകൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ ലാ യർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കപ്പെടുകയുമില്ല. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൊച്ചുമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. അത് കണ്ട ഒരാൾ പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, അവരിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ. അള്ളാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്ന് നമ്മുടെ വീടുകളിൽ ഈ സന്ദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. കുട്ടികളോട് നാം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഭാര്യയോടും ഭർത്താവിനോടും എങ്ങനെയാണ് പെരുമാറുന്നത്? മാതാപിതാക്കളോട് എങ്ങനെയാണ് നാം സംസാരിക്കുന്നത്? അയൽക്കാരോട് എങ്ങനെയാണ് നാം പെരുമാറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമുക്ക് നബിയുടെ കരുണ നമ്മുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടോ? ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. എന്നെ കാണുന്നവർക്ക് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണയുടെ ഒരു ചെറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയുടെ ഒരു ചെറിയ അടയാളമെങ്കിലും എൻ്റെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നാം റസൂലിനെ പിൻപറ്റുന്നവരാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദര്യത്തിൻ്റെ പ്രഥമ മാതൃകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാളും തൻ്റെ സഹോദരന് തനിക്കിഷ്ടപ്പെടുന്നത് വരെ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീത്താണിത്. എത്ര വലിയ സാമൂഹിക സന്ദേശമാണ് നൽകുന്നത്! നമുക്ക് നല്ലത് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നു, അതുപോലെ മറ്റുള്ളവർക്കും നല്ലത് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കണം. ഒരു ചോക്ലേറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാണോ അത് തന്നെ ആയിരിക്കണം നാം നമ്മുടെ സുഹൃത്തിന് നൽകുന്നത്. നമുക്ക് ബഹുമാനം വേണം, മറ്റുള്ളവരെയും നാം ബഹുമാനിക്കേണ്ടതുണ്ട്. നമുക്ക് ക്ഷമ വേണം, മറ്റുള്ളവരോടും നാം ക്ഷമ കാണിക്കേണ്ടതുണ്ട്. ഇതാണ് നബി നമ്മെ പഠിപ്പിച്ചത്. ഒരു നല്ല മുസ്ലിം തൻ്റെ ആരാധനയിൽ മാത്രമല്ല, ബന്ധങ്ങളിലും ഇടപാടുകളിലും അയൽബന്ധങ്ങളിലും
അയൽ വക്കക്കാരോട് സംസാരിക്കുന്ന രീതികളിലും സമൂഹ ജീവിതത്തിലും നല്ലവനായിരിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമഗ്രമായ മനുഷ്യ നന്മ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവങ്ങളിലൊന്നാണ് ത്വായിഫിലെ സംഭവം. പലതവണ കേട്ട കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ പോയി. പക്ഷേ അവർ നബിയെ സ്വീകരിച്ചില്ല. അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്നതുവരെ അവർ നബിയെ കല്ലെറിഞ്ഞു. അപ്പോൾ മലകളുടെ ചുമതലയുള്ള മലക്ക് വന്ന് അവരെ 2 മലകൾക്കിടയിൽ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരത്തിന് സമ്മതിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിൻ മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ഷൈഅ. അല്ല, അവരുടെ സന്തതികളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു പുറപ്പെടുവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സമൂഹത്തെ നശിപ്പിക്കുകയല്ല, എന്നോട് ചെയ്ത ക്രൂരതയുടെ പേരിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരുടെ പിൻഗാമികളായ ഒരു തലമുറ തീർച്ചയായും അവരുടെ ഉദയം കൊള്ളും. അവരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുമെന്നും ഏകനായ അള്ളാഹുവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്നവരായി ജീവിക്കുമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ആ തലമുറ വളർന്നു വരണമെങ്കിൽ ഈ ക്രൂരന്മാരായ ഈ സമൂഹം ജീവിക്കണം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടെ പ്രതികരിച്ചത്. ഇതാണ് നബിയുടെ ഹൃദയം. തന്നെ വേദനിപ്പിച്ചവരുടെ നാശം ആഗ്രഹിച്ചിട്ടില്ല, അവരുടെ ഹിദായത്താണ് നബി ആഗ്രഹിച്ചത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മെ വേദനിപ്പിച്ച ഒരാളുടെ നാശം ആഗ്രഹിക്കുന്നതിന് പകരം അവർക്ക് നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുമോ എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് ചെയ്യുന്നതോ അവരെല്ലാം നമ്മൾ ശത്രുക്കളാവുകയും അവരെ നിഗ്രഹിക്കാനും അവരെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്ന ജീവിത ശൈലിയാണ് പ്രത്യേകിച്ചും മലയാളികൾക്കുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തിലേക്ക് എടുക്കുന്ന സമയത്ത് തീർച്ചയായും ശത്രുക്കളെ നിഗ്രഹിക്കലല്ല, നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ പാതയിലൂടെ ഇസ്ലാമിലേക്ക് അവരെ വഴി നടത്തുകയുമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാതൃകയാണ്. അള്ളാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആരാധനയിൽ മാതൃകയാണ്, നമ്മുടെ കുടുംബ ബന്ധത്തിൽ മാതൃകയാണ്, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ മാതൃകയാണ്, നമ്മുടെ സംസാരത്തിൽ മാതൃകയാണ്, നമ്മുടെ വ്യാപാരത്തിൽ മാതൃകയാണ്, നമ്മുടെ ക്ഷമയിൽ മാതൃകയാണ്, നമ്മുടെ കരുണയിൽ മാതൃകയാണ്, നമ്മുടെ പ്രതിസന്ധികളെ നേരിടുന്നതിലും മാതൃകയാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു പള്ളിയിലോ ഒരു ആഘോഷ ദിവസത്തിലോ മാത്രം ഒതുക്കുന്ന മാതൃകയല്ല. ജീവിതത്തിലെ ഓരോ മേഖലയിലും ഓരോ സെക്കൻഡിലും അവിടുത്തെ സീറയിൽ മാർഗനിർദ്ദേശങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ ആ സ്നേഹം ജീവിതത്തിൽ തെളിയിക്കുകയാണ് പ്രധാനപ്പെട്ടത്. അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയുക റസൂലേ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിനെ നേരിട്ട് സ്നേഹിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫോളോ ചെയ്യുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ സ്നേഹം സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കൽബിലേക്ക് വരും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിന്റെ 3 ഘട്ടങ്ങൾ നമുക്ക് ഓർക്കാം. ഒന്ന്, നബിയെ അറിയുക എന്നുള്ളതാണ്, അഥവാ അവിടുത്തെ ജീവിതം പഠിക്കുക. 2, നബിയെ സ്നേഹിക്കുക, അവിടുത്തെ സ്വഭാവവും മഹത്വവും മനസ്സിലാക്കുക. 3-മത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളതാണ്. സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുക. ആദ്യം പഠിക്കുക, നാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി ജീവിതത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നബിയുടെ സ്വഭാവവും
മഹത്വവും മനസ്സിലാക്കുക. എന്നിട്ട് ആ സ്വഭാവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. നബിസ്നേഹത്തിന്റെ ഈ 3 ഘട്ടങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ് യഥാർത്ഥ നബിസ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നതിന്റെ മറ്റൊരു തെളിവാണ് അവിടുത്തെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്തും സലാമും ചൊല്ലുകയും അവിടുത്തെ സുന്നത്ത് പഠിക്കുകയും കഴിയുന്നത്ര ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഈ 10 ദിവസത്തെ ക്യാമ്പയിൻ വെറും 10 പ്രസംഗങ്ങളുടെ അല്ലെങ്കിൽ പഠന പരമ്പരകളായി അവസാനിക്കരുത്. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമാക്കണം. ഇന്ന് നമുക്ക് ഒരു ചെറിയ അമൽ കൂടി തീരുമാനിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് പഠിച്ച് ഇന്ന് തന്നെ ജീവിതത്തിൽ നടപ്പാക്കുക. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൂടുതൽ സലാത്ത് ചൊല്ലുക. നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. നബിയെ കൂടുതൽ ഞാൻ അറിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലും, നബിയുടെ സുന്നത്ത് പഠിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരും, മറ്റുള്ളവരോട് കൂടുതൽ കരുണ കാണിക്കും, മാതാപിതാക്കളെ കൂടുതൽ ബഹുമാനിക്കും, കുടുംബത്തോട് കൂടുതൽ സ്നേഹത്തോട് ഞാൻ പെരുമാറും, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വ്യക്തിയായി ഞാൻ മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു വ്യക്തി ഞാൻ സ്നേഹിക്കുന്നവരോടൊപ്പം ആയിരിക്കും. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിനാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാവട്ടെ ഇത് നമുക്ക് ആശംസിക്കാം. അള്ളാഹുവെ, നിന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥമായി സ്നേഹിക്കാനും അവിടുത്തെ സുന്നത്ത് പിന്തുടരാനും അന്ത്യദിനത്തിൽ അവിടുത്തോടൊപ്പം ആയിരിക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. അള്ളാഹുവിന്റെ റസൂലിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദൽ കൗസർ മേടിച്ച് കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ തമ്പുരാനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. اللهم ارزقنا حب نبيك محمد صلى الله عليه وسلم واتباع سنته والعمل بسنته واحشرنا في زمرته يوم القيامة. آمين يا رب العالمين.